കഴിഞ്ഞ 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാല്, ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഞാൻ നിൽക്കുന്നുണ്ടാവും. എനിക്കുള്ള ചീത്തവിളി ഇത്തിരി കൂടുതലാണ്. ഞാനത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിക്കാം. അതില് PR എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി ഇന്നലെയാണ്. ഞാനത് കൃത്യമായിട്ട് ആ പേരടക്കം ഞാൻ ഇവിടെ പറയാം. അതിന് പല കാരണം കാണും. ഞാൻ മുന്നേ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സട്ടയർ കാണും. ആ പൊളിറ്റിക്കൽ അന്നോട്ട് എനിക്കറിയാം, അന്നോട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും കാണുന്ന കമന്റുകൾ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു വൺ സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് നമ്മളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ന്യൂസ് കൊടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിനെതിരെ ഡീഫോമേഷൻ ഫയൽ ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ആളുകളുടെ നമ്മൾ ട്രസ്റ്റ് തിരിച്ചു തരും. മാളികപ്പുറത്തിന്റെ പിന്നെ സമുദ്രങ്ങളുടെ അവസ്ഥ റൈറ്റർ എന്ന രീതി ഞാൻ പറഞ്ഞാണ് ഈ സിനിമയിൽ സംഭവിച്ചത്. ഇതാണ് മുരളിച്ചേട്ടൻ. ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, മുരളിച്ചേട്ടാ നിങ്ങൾ ഇത് കണക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അദ്ദേഹം കണക്ക് നോക്കാൻ വന്നാലും അദ്ദേഹത്തിന് ഈ ചില സമയത്ത് പെട്ടെന്ന് ഈ വെട്ടുവാദം പിടിച്ചു വെച്ച സ്വഭാവമുണ്ട്. അത് പക്ഷേ ഈ വെള്ളം സിനിമയുടെ കഥ കൊണ്ടാണ് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് വിട്രോൾ സിൻഡത്തിന്റെ ആവാം, പെട്ടെന്ന് വയലന്റ് ആവും. നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല, വയലന്റ് ആവും. ഞാൻ എത്രയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ പോലും പേടിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളോട് നമ്മൾ കണക്കി വയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് നമ്മുടെ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകും. അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുള്ളി മീറ്റിങ്ങിന് വന്ന അവിടെ സ്ഥലങ്ങളിലെ CCTV ക്യാമറ നോക്കിയാൽ മതി. പുള്ളി ചാടിത്തുള്ളി ഇറങ്ങി പോകുന്നതും വണ്ടിയെ പോയി ബോണറ്റിൽ അടിക്കുന്ന ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ബേസിക് പ്രശ്നം, ആദ്യത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, മൂന്നാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2 സിനിമയിൽ നഷ്ടം ഒരാൾക്ക് 3-ാം സിനിമ കുറച്ച് വിജിലന്റ് ആവില്ലേ. മിനിമം കോമൺ സെൻസിൽ ഒരു കഥ തെരഞ്ഞെടുത്ത് ഈ പടം ഓടും, ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ചെയ്യില്ലേ. കൃത്യമായ ഓഡിറ്റിംഗ് പോലും തരാതെ, കൃത്യമായ ബഡ്ജറ്റ് പോലും തരാതെ ഒരു വീഡിയോ ഇട്ട് പറയുകയാണ് ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങൾ കള്ളന്മാരാണ്. അത് ഏറ്റെടുക്കാൻ കുറെ മീഡിയാസ്. ഇദ്ദേഹത്തിന്റെ ബാക്കി കാര്യം, അതായത് കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR-നെ പറ്റിയുള്ള സംസാരം ഞാൻ സംസാരിക്കാം. കൃത്യമായ ആ കാര്യം ഞാൻ പറയാം. വിഷ്ണു സംവിധാനം അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ സംവിധാനം അറിയാത്ത വിഷ്ണു ചെയ്ത ആദ്യത്തെ പടം പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം, അതായത് അതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം അദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂവിൽ 75 കോടിയാണ് ആ പടത്തിന് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ 75 കോടി കിട്ടിയ സംവിധാനം അറിയാത്ത സംവിധാനം ചെയ്ത പടവും മുരളി കുന്നപ്പുറത്ത് ഇന്നലെ കാണിച്ചതിൽ 15 കോടി രൂപയോളം പ്രോഫിറ്റ് ആണ്. മീൻസ് പ്രോഫിറ്റ് ബിസിനസ് ആണ് സിനിമ. തിയേറ്റർ കളക്ഷന്റെ പ്രൊഡ്യൂസർ ഷെയറും എല്ലാം ചേർത്ത് 30 കോടിക്ക് അടുത്തോളം ഗ്രോസ് വന്നൊരു സിനിമയുടെ സംവിധായകനാണ് വിഷ്ണു. അദ്ദേഹത്തിന് 2 പടം ചെയ്തിട്ട് അദ്ദേഹത്തിന് സംവിധാനം അറിയില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 1 മാസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം വിജയ് സിനിമയെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അദ്ദേഹം ഇവിടെ പറയും, അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം നിങ്ങളോട് 2 ദിവസം ഇപ്പൊ നടക്കുന്ന PR എന്തിന്റെ പേരിലാണെന്നും ഇതിന്റെ പിന്നിലാരാണെന്നും കൃത്യമായിട്ട് ഞാൻ സംസാരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.